നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ബൃഹത് ജലസേചന പദ്ധതിയായ തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയായി തോട്ടുമുഖം മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാരികുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കാരികുളം മുല്ലപ്പള്ളി ആമിനിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മുപ്ലിയം ശുദ്ധജല പദ്ധതിയുടെ നവീകരിച്ച സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെയും ടാങ്കിന്റെയും ഉദ്ഘാടനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിൽ അപകടക്കെണിയൊരുക്കി വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്നിലെ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും ഫെബ്രുവരി 22 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ 900 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബൃഹത്ത് ജലസേചന പദ്ധതിയായ തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് തോട്ടുമുഖം. 600 ഹെക്ടറിലധികം കൃഷിഭൂമിയിലേക്ക് ജലമെത്തിക്കാനും ശുദ്ധജലക്ഷാമം പരിഹരിക്കാനും പദ്ധതിയിലൂടെ സാധ്യമായി. ഈ ലക്ഷ്യപ്രാപ്തിയിലൂടെ കാർഷിക മേഖലയിൽ ഗുണകരമായ മാറ്റം സൃഷ്ടിക്കാൻ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പള്ളിക്കുന്നിൽ നടന്ന പരിപാടിയിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, പ്രിൻസൺ തയ്യാലക്കൽ, TS ബൈജു, സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു. വരന്തരപ്പള്ളി, അളഗപ്പനഗർ, തൃക്കൂർ, നെന്മണിക്കര, പുതുക്കാട് എന്നീ പഞ്ചായത്തുകളിലേക്ക് കുറുമാലി പുഴയിൽ നിന്നും ജലസേചനം സാധ്യമാകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിനും കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 18 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് പൂർത്തീകരിച്ചത്. 5 പഞ്ചായത്തുകളിലെ 10,000കണക്കിന് വരുന്ന സാധാരണക്കാരുടെ കാലങ്ങളായുള്ള ജീവിതാവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത്. അനുമതി ലഭിച്ച് 2 ദശാബ്ദത്തോടടുക്കുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒട്ടേറെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഒന്നാം ഘട്ട പൂർത്തീകരണത്തിലെത്തിയത്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം അതിൻ്റെ ഉദ്ഘാടനത്തെ ഇന്നോടൊപ്പം ഈ അവസരം ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ നാടിനെ സമർപ്പിക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇതിനോട് നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തി കാർഷിക മേഖലയെ കൂടുതൽ സഹായകരമാകുന്ന വഴിയിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതികൾ പല വിധത്തിൽ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അത് ശ്രദ്ധേയമായ പദ്ധതിയാണ് ഇറിഗേഷൻ. ഏറ്റവും അവസാനത്തെ ദിവസം വരെ, ഇന്നലെ വരെ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി FB പോസ്റ്റ് ഇട്ടത് നടക്കുട്ട വെള്ളം ചാടുട്ട എന്ന് പറയാൻ ആത്മവിശ്വാസം നൽകിയത് ബഹുമാനപ്പെട്ട പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിൽ തൻ്റെ വകുപ്പിനോട് 100% ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ മന്ത്രിമാരാണ് നമ്മുടെ കേരളത്തിൽ. എൻ്റെ അനുഭവം, കൂടുതൽ അനുഭവം ഈ മന്ത്രിമാർക്കാണ്. നമ്മൾക്കറിയാം
നമ്മുടെ ചിരകാല സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിയുന്നത്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. കാരികുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീടിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കാരികുളം മുല്ലപ്പള്ളി ആമിനയുടെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ആമിന ജോലിക്ക് പോയ സമയത്താണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. വീടിനുള്ളിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലും ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത നിലയിലുമായിരുന്നുവെന്ന് ആമിന പറഞ്ഞു. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. 5 മണിക്ക് പണി കയറി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആകെ വീട് തല്ലി പൊളിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ആക്കി വെച്ചിരുന്നു. ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു പെണ്ണാണ് താമസിക്കുന്നത്. അത് കാരണം കൊണ്ട് ഈ പോലീസിനെ വിളിച്ചു. പോലീസ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കിടക്കാൻ രാത്രി കിടക്കാൻ ഇടയില്ലാണ്ടായി. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. വരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ആശ്രയമായ മുപ്ലിയം ശുദ്ധജല പദ്ധതിയുടെ നവീകരിച്ച സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെയും ടാങ്കിന്റെയും ഉദ്ഘാടനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PM സുമ എന്നിവർ പ്രസംഗിച്ചു. 36 വർഷത്തിൽ പരം പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയാണിത്. പ്രതിദിനം 8 ലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയും 1 ലക്ഷം ലിറ്റർ ശേഷിയുമുള്ള ഗ്രൗണ്ട് ലെവൽ ടാങ്കും ഉൾപ്പെടുന്നതാണ് മുപ്ലിയം പദ്ധതി. 2019-20 സ്റ്റേറ്റ് പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപയുമാണ് പദ്ധതി നവീകരണത്തിനു വേണ്ടി വകയിരുത്തിയിരുന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2, 10 വാർഡുകളിലേക്കും മറ്റത്തൂർ പഞ്ചായത്തിലെ 2, 4, 5 വാർഡുകളിലേക്കും ശുദ്ധജല വിതരണം നടത്തുന്ന പദ്ധതിയാണ് മുപ്ലിയം ശുദ്ധജല പദ്ധതി. ഇതിലൂടെ നമുക്ക് കഴിയുന്നത്ര ജലസ്രോതസ്സും ജല ലഭ്യതയും ഉറപ്പുവരുന്നത് വീടുകളിൽ വെള്ളം എത്തുന്നതിന് സാധിക്കുന്ന ഒരു നല്ല പദ്ധതി ഇതിലൂടെ പൂർത്തീകരിക്കുകയാണ്. ജലജീവ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകളിലും മാസങ്ങൾക്ക് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലികമായി റോഡിലെ ഗർത്തങ്ങൾ അടച്ചു. ഇന്ന് അതേയിടത്ത് വീണ്ടും ഇരട്ടിയായി ഗർത്തങ്ങൾ. അധികൃതരുടെ അനാസ്ഥയിൽ മനമെടുത്ത് ജനം. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിലാണ് അപകട കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതാണ് റോഡിന്റെ തകർച്ചയുടെ കാരണം. ആമ്പല്ലൂർ, കല്ലൂർ, തൃക്കൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. 2 മാസം മുൻപാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായതായി NCTV റിപ്പോർട്ട് ചെയ്തത്. വാർത്തയ്ക്ക് പിന്നാലെ അധികൃതർ കുഴിയടച്ചു. ആഴ്ചകൾക്ക് മുൻപ് വീണ്ടും പൈപ്പ് പൊട്ടി റോഡിലൂടെ ഒഴുകുന്നതിലൂടെ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കൂടാതെ ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കുഴി തിരിച്ചറിയാതെ വരുന്ന ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വളവുള്ള ഭാഗമായതിനാൽ അപകട സാധ്യത ഏറെയാണ്. കൂടാതെ റോഡിന്റെ ഒരു വശം മുഴുവൻ ഗർത്തമാണ്. ഗർത്തം ഒഴിവാക്കാനായി എതിർദിശയിലൂടെ വാഹനം ഓടിക്കേണ്ട ഗതികേടിലാണ് ഡ്രൈവർമാർ. വലിയ ഭാരമുള്ള വാഹനങ്ങൾ വന്നാൽ ഇതിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. റോഡിനടിയിലെ ക്രോസ് പൈപ്പുകൾ കലുങ്കിനടിയിലേക്ക് മാറ്റി സ്ഥാപിച്ച് പൈപ്പ് പൊട്ടുന്നതിന് സ്ഥിരമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6-ന് കലശാഭിഷേകം, 10 മുതൽ 1:35 വരെ കാവടി ആഘോഷം, വൈകുന്നേരം 4 മുതൽ 6:30 വരെ കാഴ്ചശീവേലി, 5 മുതൽ 6 വരെ കുടമാറ്റം, 6:45-ന് ആകാശവിസ്മയം എന്നിവ ഉണ്ടായിരിക്കും. ചെമ്പുച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിൽ 18 ഗജവീരന്മാരെ അണിനിരത്തിയാണ് എഴുന്നള്ളിപ്പ് നടക്കുക. 20-ന് പള്ളിവേട്ടയും 21-ന് ആറാട്ടും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അനീഷ് വെള്ളാന്ത്ര, ദേവദാസ് പുതുക്കാടി, വിഘ്നേഷ് എന്നിവർ പങ്കെടുത്തു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം 2024 ഫെബ്രുവരി 19-ാം തീയതി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. 18 ഗജവീരന്മാരെ ഇരുദേശത്തായി അണിനിരത്തിക്കൊണ്ടുള്ള കുടമാറ്റവും
പുത്തൂർ ചോച്ചേരിക്കുന്നിലെ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും ഫെബ്രുവരി 22 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 18 രാവിലെ 7:30 പാൽക്കുടം ഘോഷയാത്ര, വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം കൊടിയേറ്റം എന്നിവ നടക്കും. 19 മുതൽ 21 വരെ വൈകിട്ട് 6:30 വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 22 ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ കാവടിയാട്ടം, 5:30 മുതൽ 6:30 വരെ എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. 23 രാത്രി 7:30 മുതൽ 10 വരെ പള്ളിവേട്ടയും 24 രാവിലെ 7:30 ആറാട്ടും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാജൻ മുളങ്ങാട്ടുകര, ഷാജി മുരിയാടൻ, മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരൂലി, സുരേഷ് പാട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് സെന്ററിൽ കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചെങ്ങാലൂർ കൂനമ്മാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള ഋഷികേശ്, സുഹൃത്ത് സിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഋഷികേശ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് വന്ന ബൈക്ക് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും യാത്രക്കാരും തെറിച്ചു വീണു. പരിക്കേറ്റ് റോഡിൽ കിടന്ന ബൈക്ക് യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അപകട ദൃശ്യങ്ങൾ സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. $40 ലക്ഷം ചെലവിൽ നഗരസഞ്ചയ ഫണ്ട് ഉപയോഗപ്പെടുത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച നെല്ലായി തൂപ്പൻകാവിച്ചിറയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MK ശൈലജ, ബ്ലോക്ക് അംഗം കവിത സുനിൽ, തൂപ്പൻകാവ് കർഷക സമിതി സെക്രട്ടറി സുനിൽ വടക്കേടത്ത്, തൂപ്പൻകാവ് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രദീപ് ചിറ്റിയത്ത് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി പ്രകാരം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പകൽ വീട്ടിലേക്ക് ഫർണിച്ചറും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, അനു പനങ്കൂടൻ, അജീഷ് മുരിയാടൻ, സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, കപിൽ രാജ്, മായ രാമചന്ദ്രൻ, ഹനിത ഷാജു, അസിസ്റ്റന്റ് സെക്രട്ടറി KJ ഷാബു എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ തണൽ മന്ദിരങ്ങളിലേക്ക് ഫർണിച്ചർ എന്ന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, തണൽ മന്ദിര ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ അധികരിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയും ഉള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ തൃക്കൂർ സർവോദയ ഹൈസ്കൂളിൽ വെച്ച് ആരംഭിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസുകൾക്ക് ജിജി തോമസിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ വുമൺ സെല്ലും ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ ജദീർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെ സ്വയരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമാക്കുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങളും പരിശീലിപ്പിച്ചു. ക്ലാസുകൾക്ക് പുറമെ കുട്ടികൾക്ക് കാഴ്ചയിലൂടെയും കൗതുകത്തിലൂടെയും മാലിന്യ സംസ്കരണത്തിന്റെയും ലഹരിക്കെതിരെയുമുള്ള പുത്തൻ ആശയങ്ങൾ നുകരുവാൻ വേണ്ടി മാന്ത്രികൻ ശിവൻ പൂക്കോടിന്റെ നേതൃത്വത്തിൽ മാജിക് ഷോയും അരങ്ങേറി. തുടർന്ന് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KI ഷെജി, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ അശ്വതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, പ്രധാനാധ്യാപിക മിനി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളിലും ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അറിയിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി നിരീക്ഷണ ക്യാമറകളുടെ സംരക്ഷണവും. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് നിരീക്ഷണ ക്യാമറ സമ്മാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. OSA പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. PS ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KS സതീശൻ, വാർഡംഗങ്ങളായ കൃഷ്ണൻ, സീബ, ജിഷ ഹരിദാസ്, ശാന്തി ബാബു, CR മിനി, പ്രിൻസിപ്പാൾ ഇൻചാർജ് A അബ്സദ്, പ്രധാനാധ്യാപിക മഞ്ജു സജി, PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്, SMC ചെയർമാൻ GC ടിറ്റൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ മിഷനും ചേർന്ന് നടത്തുന്ന സ്നേഹിത അറ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MK അശോകൻ അധ്യക്ഷത വഹിച്ചു.
പ്രധാനാധ്യാപിക ബീന സി ജേക്കബ്, VHSC പ്രിൻസിപ്പാൾ മഞ്ജു കെ മാത്യു, SMC ചെയർമാൻ CB വിമൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജില്ലാ സർവീസ് പ്രൊവൈഡർ നീന മരിയ ക്ലാസ് എടുത്തു. SSLC മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി 19 ആരംഭിച്ച് 23 അവസാനിക്കും. രാവിലെ 9:45 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 3:45 വരെയുമാണ് പരീക്ഷാ സമയം. SSLCയുടെ പൊതുപരീക്ഷ മാർച്ച് മാസം 4 ആരംഭിച്ച് മാർച്ച് മാസം 25 അവസാനിക്കും. ഹയർ സെക്കൻഡറി 1, 2 വർഷ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി 21 അവസാനിക്കും. ഹയർ സെക്കൻഡറി 1, 2 വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 1 ആരംഭിച്ച് മാർച്ച് 26 അവസാനിക്കും. രാവിലെ 9:30 മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുക. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ആകാശ് യാത്ര നടത്തി. 23 ഹരിതകർമ്മസേന അംഗങ്ങളോടൊപ്പം പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ഭാഗ്യവതി ചന്ദ്രൻ, അംഗം PK ശേഖരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ഭാസ്കർ, IRTC കോർഡിനേറ്റർ സിജാർ ജെൻസൺ, ടൂർ കോർഡിനേറ്റർ മുരിയാട് പഞ്ചായത്ത് അംഗം തോമസ് എന്നിവരും യാത്രയിൽ പങ്കെടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങളുടെ ആദ്യ വിമാനയാത്രയായിരുന്നു. ബംഗളൂരിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് മടങ്ങിയത്. CPI പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPI നേതാവ് RV രാമൻകുട്ടി വാര്യരുടെ 23ാം ചരമവാർഷിക ദിനാചരണം നടത്തി. തൊട്ടിപ്പാൾ സെന്ററിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ അധ്യക്ഷനായിരുന്നു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ പ്രസംഗിച്ചു. ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ, തൊട്ടിപ്പാൾ ബ്രാഞ്ച് സെക്രട്ടറി PT വിശ്വനാഥൻ, KN ജനമണി, CA രാജു, CK ആനന്ദ് കുമാർ, KV പ്രദീപ് കുമാർ, രേഖ കിഷോർ, M കൃഷ്ണൻ, VJ മേജോ, CM മധു, MT ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വോട്ടിംഗ് സംബന്ധിച്ചുള്ള ആളുകളുടെ സംശയ നിവാരണത്തിനുമായി വോട്ടുവണ്ടി പര്യടനം നടത്തി. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റ്, പോളിടെക്നിക് ക്യാമ്പസിൽ നിന്നും ആരംഭിച്ച പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടുവണ്ടിയുടെ പര്യടനം മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ R ലക്ഷ്മി ഫ്ലാഗ് ഓഫ് ചെയ്തു. തഹസിൽദാർ E നാരായണൻ, അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ മനോജ്, ഡെപ്യൂട്ടി തഹസിൽദാർ രേഖ, കോളേജ് പ്രിൻസിപ്പൽ NJ സാബു, NSS കോർഡിനേറ്റർ ജോഷി ആൻഡേഴ്സൺ, മിബി തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് ശേഷം വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനും മാതൃകാ വോട്ടിങ്ങിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി മെഗാ സംഗമം ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോം കമ്മിങ് 2024 എന്ന പേരിൽ നടക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1:30 കളക്ടർ PR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. 22 വർഷമായി പ്രവർത്തിക്കുന്ന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മെഗാ സംഗമത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ നിക്സൺ കുരുവിള, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡോ ചുങ്കത്ത്, മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലംകണ്ണി, പ്രോഗ്രാം ജനറൽ കൺവീനർ K വിദ്യമോൾ, മീഡിയ കോർഡിനേറ്റർ വിഷ്ണു രാജൻ എന്നിവർ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് അനിഷേധ്യമായിട്ടുള്ള സ്ഥാനം കരസ്ഥമാക്കിയ ഒരു സ്ഥാപനമാണ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്. ഇത്തരണത്തിൽ ഈ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് 23ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ബാലസൗഹൃദം മികവുറ്റ വിജ്ഞാന അന്തരീക്ഷം പഠന സൗകര്യ സഹായത്തിന്റെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, അംഗങ്ങളായ MM ഗോപാലൻ, ബിജി ഡേവിസ്, ഷിനി ജെയ്സൺ, വാർഡംഗം CA റെക്സ്, സെക്രട്ടറി K ബിന്ദു, നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽ എന്നിവർ പ്രസംഗിച്ചു. 1ാം ഘട്ടത്തിൽ 10 വിദ്യാർത്ഥികൾക്കാണ് പഠന സൗകര്യ സഹായ വിതരണം ചെയ്തത്. റെഡി ലാൻഡ്സ് വോളിബോൾ സെന്ററിലേക്ക് വോളിബോൾ താരങ്ങളെ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് മികച്ച കോച്ചുകളുടെ കീഴിൽ വോളിബോൾ പരിശീലനം, താമസം, ഭക്ഷണം, വിദ്യാഭ്യാസം, ഹൗസ് ട്യൂഷൻ, സ്പോർട്സ് കിറ്റ്, ജിം, വാർഷിക ടൂർ എന്നിവ സൗജന്യമായി നൽകുന്നതായിരിക്കും. 8, 9, 10, +1 ക്ലാസ്സുകളിലേക്കാണ് അഡ്മിഷൻ. ഞായർ രാവിലെ 11 സെലക്ഷൻ ട്രയൽസ് ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9447241621.
തെലങ്കാനയിൽ നടന്ന നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x100 മീറ്ററിൽ സ്വർണവും 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളിയും കരസ്ഥമാക്കിയ തൃക്കൂർ ആദൂർ സ്വദേശിനി വിജിത വേണുവിനെ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, മുൻ പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത്, വാർഡിലെ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കലറ്റുംകര കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ശനിയാഴ്ച രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് കോളേജിൽ എത്തണം. അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ ജനറൽ ബോഡി മീറ്റിംഗ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. കല്ലൂർ പള്ളിക്കുന്ന് ചിറയത്ത് ജോർജ് ഭാര്യ ആനി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജി, ജോജി, നിജി എന്നിവർ മക്കളും ലിമ, ജെയ്സൺ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ കോട്ടായി നീലങ്കാവിൽ ജോസ് ഭാര്യ മേരി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിസി, ബൈജു, ഷിബു, ഷെർലി എന്നിവർ മക്കളും ദേവസി, ഷോല, ജോമോൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ബൃഹത് ജലസേചന പദ്ധതിയായ തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയായി തോട്ടുമുഖം മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാരികുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കാരികുളം മുല്ലപ്പള്ളി ആമിനിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മുപ്ലിയം ശുദ്ധജല പദ്ധതിയുടെ നവീകരിച്ച സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെയും ടാങ്കിന്റെയും ഉദ്ഘാടനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിൽ അപകടക്കെണിയൊരുക്കി വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്നിലെ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും ഫെബ്രുവരി 22-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന് പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.